പാകിസ്ഥാൻ്റെ 3141 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഇത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. അതിൻ്റെ കണക്കും പറയുന്നുണ്ട്. അതായത് ഓഫീസർമാർ കൊല്ലപ്പെട്ടത് 170 പേർ, JCOs ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാർ കൊല്ലപ്പെട്ടത് 212 പേർ, ജവാന്മാർ 2759 പേർ. പക്ഷേ ഈ കണക്ക് മാത്രമല്ല എന്നെ ഞെട്ടിച്ചത്. ഓരോ പ്രൊവിൻസിലും എത്ര പേർ മരിച്ചു എന്ന് പറയുകയാണ്. അതായത് പഞ്ചാബ് പ്രൊവിൻസിൽ 1657 പേർ, ഖൈബർ പക്തൂൺഖ മേഖലയിൽ 534, സിന്ധിൽ 452, ആസാദ് കാശ്മീർ എന്നവർ പറയുന്ന നമ്മുടെ പാക് അധിനിവേശ കാശ്മീരിൽ 2034 പേർ, ബലൂചിസ്ഥാനിൽ 103 പേര്, നമ്മുടെ POKയിൽ തന്നെ പെടുന്ന ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ 161 പേർ. അപ്പോൾ നോക്കുമ്പോൾ 2034 പ്ലസ് 161 എന്ന് പറഞ്ഞാൽ 2195 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് POKയിലാണ്. അപ്പോൾ അവരെ ആരായിരിക്കും കൊണ്ടിരിക്കുക എന്ന് ചോദിച്ചാൽ POKയിലുള്ള പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായും ഇന്ത്യയുടെ ചില അജ്ഞാതരൊന്നുമല്ല, ഇന്ത്യൻ സൈന്യം തന്നെയായിരിക്കും. പക്ഷേ ഇതിനകത്ത് കണക്കെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ പഞ്ചാബ്, ഖൈബർ പക്തൂൺഖ, സിന്ധ്, ആസാദ് കാശ്മീർ എന്നവർ പറയുന്ന സ്ഥലം, ബലൂജ്, ഗിൽജിത്ത്, പാകിസ്ഥാനിലെ ഒരു സ്ഥലത്തും പട്ടാളക്കാർക്ക് പോലും രക്ഷയില്ല. അപ്പോൾ ഈ കണക്ക് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പോൾ യുദ്ധം, ഇസ്രയേലും ഗാസയും തമ്മിൽ, ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ 1152 ഇസ്രയേൽ പട്ടാളക്കാരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ യുദ്ധത്തിൽ. യുദ്ധമില്ലാത്ത പാകിസ്ഥാനിൽ 3141 പേർ കൊല്ലപ്പെടുന്നു. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് എന്താ പറ്റുന്നത്? സുനിൽ, പാകിസ്ഥാൻ ഒരിക്കലും ഒരു സമാധാന ഉള്ള രാജ്യമായിരുന്നില്ല. പാകിസ്ഥാനെ പറ്റി എല്ലാവരും പറയാണ്, പാകിസ്ഥാൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന അമേരിക്ക വരെ പറയണ പാകിസ്ഥാൻ ഈസ് എ ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. പരാജയപ്പെട്ട രാഷ്ട്രമാണ്. അതുകൂടാണ്ട് എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ ഒരു വസ്തുത, പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ 2000-ലധികം പാകിസ്ഥാനി 34 പേര് മരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഞ്ചാബ് പ്രൊവിൻസിൽ 1000-ലധികം പേര് മരിച്ചു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ. 1652 പേര്. എന്താ കാരണം എന്നറിയാമോ? പാകിസ്ഥാനിലെ സൈന്യം, ആർമി, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ വൻ ഭൂരിപക്ഷവും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണ്. പാകിസ്ഥാൻ്റെ സൈനിക മേധാവികളായിരുന്നവർ, അല്ലെങ്കിൽ ജനറൽ പർവീസ് മുഷറഫ് ഒഴികെ ബാക്കി എല്ലാവരും പഞ്ചാബ് പ്രൊവിൻസിൽ നിന്നാണ്. ഇപ്പം ജനറൽ സിയാ ഉൾപ്പെടെയുള്ളവർ, അവരാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത്. അത് കാരണമുണ്ട്. ഈ പാകിസ്ഥാൻ പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള സൈനിക ഉപകരണങ്ങളും വെടിക്കോപ്പുകളും ആയുധങ്ങളും ഇതെല്ലാം മേടിക്കുന്ന ആർമിയാണല്ലോ. അവിടെ ജനാധിപത്യമൊന്നുമില്ല പാകിസ്ഥാനിൽ. ഈ പറഞ്ഞ സുൽഫിക്കർ അലി ഭൂട്ടോ ഭരിച്ചിരുന്നപ്പോഴും, പിന്നെ അയാളുടെ മകൾ ഞാൻ പേര് മറന്നു, എൻ്റെ ബേനസീർ ഭൂട്ടോ ഭരിച്ചിരുന്നപ്പോഴും നെയിംസേക്ക് ജനാധിപത്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സംഗതി ചരട് മുഴുവൻ വലിച്ചിരുന്നത് പട്ടാളമാണ്. ബേനസീർ ഭൂട്ടോ എന്നെ കൊന്നതിനെ പറ്റി ആരെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? യഥാർത്ഥ പ്രതികളെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പാകിസ്ഥാൻ പട്ടാളക്കാർ ചെയ്തതാന്നാ പറയുന്നത്. അപ്പോൾ അവിടെ പഞ്ചാബ് പ്രവിൻഷ്യയിൽ നടക്കുന്ന വളരെ കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൻ്റെ പ്രശ്നം ജനറൽ വി ബി റാവത്ത് കരസേനാ മേധാവിയായിരുന്നപ്പോഴും, അതുപോലെ അദ്ദേഹം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നപ്പോഴും അദ്ദേഹം 2-3 തവണ വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും പാകിസ്ഥാനി സൈനികരും തീവ്രവാദികളും, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന തീവ്രവാദികൾ ഒഴിഞ്ഞു പോവുകയാണ് നല്ലത് നിങ്ങളെന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, ഒരു സന്ദീപ് എന്നിട്ട് പറഞ്ഞ ഒരു സന്ദീപ് ഷീലാ ദീക്ഷിത്, ഇന്ത്യൻ പട്ടാള മേധാവി സംസാരിക്കുന്നത് കവലച്ചട്ടമ്പികളുടെ പോലെയാണ്. പാകിസ്ഥാനികളോട് പറഞ്ഞപ്പോൾ അവർക്ക് നൊന്തു. അതപ്പോഴത്തേക്കും കോൺഗ്രസ്സുകാർക്ക് നൊന്തു. അത് മാത്രമല്ല, ഇവിടെ അവിടെ നിന്നോട്ട് ഇവിടെയുള്ള CPI-M കാര്യം പറഞ്ഞു, ഇങ്ങനെയൊന്നുമല്ല സൈനിക മേധാവി സംസാരിക്കേണ്ടത്. പിന്നെ സൈനിക മേധാവി എന്ത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? അദ്ദേഹം ഒരു ബോൺ സോൾജിയറാണ്.
അദ്ദേഹം പറഞ്ഞത് ഉള്ള കാര്യമല്ല പറഞ്ഞത്. പാകിസ്ഥാൻ ഉള്ള നേരത്തെ അവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കണതും വെടിവയ്പ്പ് നടത്തുന്നതും തീവ്രവാദി പ്രവർത്തനം നടത്തുന്നതും ഞങ്ങൾക്കറിയാം. നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുന്നതല്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കനത്ത വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ ഇത്രയും പേര് മരിച്ചാലും. അത് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ ഖൈബർ പഖ്തൂൺഖ 534 പേര്, പിന്നെ ബലൂജിൽ 103 പേര്. ഇവിടെയൊക്കെ നടക്കുന്ന പട്ടാളത്തിന് നേരെ നടക്കുന്ന ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ രാജ്യത്തിനെ പറ്റി പറയാൻ പറ്റില്ലല്ലോ എതിർത്ത്. കാരണം ഈ പഖ്തൂൺ മേഖലയിലേക്ക് പോയിട്ട് വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് പഖ്തൂൺ പ്രോവിൻസിലേക്കാണ്, നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിലാണ് നിങ്ങൾ പോണേ. പാകിസ്ഥാൻ ആർമിയോ പാകിസ്ഥാൻ ഗവൺമെൻറ്റോ നിങ്ങൾക്ക് നേരിടുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് യാതൊരു കാരണവശാലും ഉത്തരവാദിയല്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവരുടെ ഏരിയയല്ലാതെ അവിടെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല പാകിസ്ഥാൻകാർക്ക്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ അവർക്ക് ആകെ കൂടി ഒരേ ഒരു രാജ്യമേ ശത്രുവായിട്ടുള്ളൂ, അത് ഇന്ത്യയാണ്. കാരണം 1971 യുദ്ധത്തോടുകൂടി അത് പൂർത്തിയായി. കാരണം അവരെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞു. പാകിസ്ഥാനെ നിഷ്പ്രയാസം അവർക്ക് കളഞ്ഞൊരു രാജ്യമാണ് യുദ്ധമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതോടുകൂടി അവർക്ക് കൂടുതൽ സൈനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു, മേടിക്കേണ്ടി വന്നു. പാകിസ്ഥാൻ ഈ പറഞ്ഞ പോലെ സയൻസ് ആൻഡ് ടെക്നോളജിയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനോ അതൊന്നും ഇല്ല അവിടെ മുഴുവൻ എന്തും ഇറക്കുമതി ചെയ്യുക ചെയ്യേണ്ടത്. ഇപ്പോൾ അവർ ഉപയോഗിക്കാൻ പോണ യുദ്ധവിമാനങ്ങൾ, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന യുദ്ധവിമാനങ്ങളും പിന്നെ ചൈനീസ് യുദ്ധവിമാനങ്ങളുമാണ് അവർക്ക് കൊടുക്കാൻ പോണത്. ഈ ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഇന്നേ ഒരു യുദ്ധത്തിൽ ചൈന വരെ ഉപയോഗിച്ചിട്ടില്ല. JF-17 പോലുള്ള വിമാനങ്ങൾ. അതെ, അവർക്ക് എയർവർത്തിനെസ് ഉണ്ടോ എന്ന് കൂടി അറിയാൻ പാടില്ല. പാകിസ്ഥാൻ ചൈനക്കാരെ അവിടെ വിമാനം തകർന്നുകൊണ്ടാണ് നമ്മൾ അറിയാൻ പോകുന്നില്ല. അതെ, ചൈന അവർക്കാണ് അവരെ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണ്ടൊരു ഈ 71 യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെ പരിഹസിച്ചുകൊണ്ട് ഒരു മാസികയിൽ വന്ന ഇതാണ്. അവരുടെ മറ്റേ വ്യോമസേന മേധാവി പാകിസ്ഥാൻ പൈലറ്റുമാരെ വിമാനം ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. അതൊരു ചുവന്ന ബട്ടൺ ഞെക്കിയാൽ പാകിസ്ഥാൻ വിമാനം പ്രവർത്തിച്ചു തുടങ്ങും, എഞ്ചിൻ ഓണാവും. പച്ച ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ വിമാനം ഓടിത്തുടങ്ങും. മഞ്ഞ ബട്ടൺ പിടിച്ച് ഞെക്കിയാൽ വിമാനം പറന്നു പോകും. എന്നാൽ ശരി, എല്ലാവരും പൊക്കോളൂ. അപ്പോൾ ഒരു പൈലറ്റ് ചോദിച്ചു, അല്ല സാർ ഞങ്ങൾ താഴ്ത്ത് ഇറക്കണമെങ്കിൽ നോ അതിന് ബട്ടണൊന്നും വേണ്ട, ഇന്ത്യക്കാർ നോക്കിക്കോളൂ. ഇതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിനെ പറ്റിയിട്ട് ശിവദാനുള്ള സാർ പറഞ്ഞ കഥ അറിയാം. ഞങ്ങൾക്ക് കിട്ടുമോ ബ്രഹ്മോസ്? പാകിസ്ഥാൻ ഉറപ്പായിട്ടും അത് ഫ്രീ ആയിട്ട് അഡ്രസ്സ് തന്നാൽ ഞങ്ങൾ അവിടെ കൊണ്ട് ഡെലിവറി ചെയ്ത്. അപ്പോൾ അത്രയും പരിതാപകരമാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അത് മാത്രമല്ല, സുനിൽ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചില്ലേ, ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതുപോലെ അയാൾ പറയുക പാർലമെൻറ്റിൽ, നോക്കൂ ഞാനും ഞങ്ങളുടെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ കൂടി തെണ്ടി നടക്കുകയാണ്, തെണ്ടി നടന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണവും ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരണ മറ്റ് രാജ്യങ്ങളുടെ അടുത്ത് പോയിട്ട്. വി ആർ ബെഗ്ഗിങ് എന്നുള്ള വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. മാത്രം ഈ ഖ്വാജ ആസിഫ് മറ്റെന്ന് പറഞ്ഞു മിനിഞ്ഞാന്നോ പാർലമെൻറ്റിൽ ഇതിന് തൊട്ട് മുമ്പ്, അതായത് അമേരിക്ക നമ്മളെ വെറും ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ, അത്രേ ഉള്ളൂ, കാര്യം സാധിച്ചിട്ട് തുടയ്ക്കുന്ന കടലാസ് പോലെയാണ് പാകിസ്ഥാനെ കാണുന്നത് എന്ന് പറഞ്ഞു. അതിൽ ഒരു അത്ഭുതമില്ല. കാരണം പണ്ട് അമേരിക്കക്കാർക്ക് മൊത്തം പാകിസ്ഥാൻകാരോട് ദേഷ്യമാണ്. പണ്ട് ഒരു ഡോക്ടർ ബാബു സുശീലൻ എന്ന് പറയുന്ന ഒരു സുരക്ഷാ വിദഗ്ധനുണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ മേധാവിയായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് കേരളത്തിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കും. എന്നെ വലിയ താല്പര്യം, എന്നോട് വലിയ വർത്താനമൊക്കെ എപ്പോഴും വിളിച്ച് പറയും. അപ്പോൾ അദ്ദേഹം പറയണം, അദ്ദേഹത്തിന് വീടിനടുത്ത് ഒരു പാകിസ്ഥാൻകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പാകിസ്ഥാൻകാരൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ കാറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാത്രത്തിനകത്ത് സോപ്പ് വെള്ളമായിട്ട് കലക്കി നിന്നുകൊണ്ടിരുന്നപ്പോൾ ആരോ ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്. ഇത് അന്ന് അവിടെ എന്തോ ഈ ആന്ത്രാക്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് നടക്കണേ, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, അതൊക്കെ. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു, ഒരു പാകിസ്ഥാൻകാരൻ്റെ വീട്ടിൽ സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ടോ. 5 മിനിറ്റിനുള്ളിൽ പോലീസുകാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വെള്ളമൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആന്ത്രാക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നുമില്ല, അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
അദ്ദേഹം സ്ഥിരം ഇസ്രായേലി ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ബാബു സുശലിന് എഴുതുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെയൊക്കെ വേണം പാകിസ്ഥാൻകാരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പാകിസ്ഥാൻ ഈസ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. അവർക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ശത്രുവായിട്ടുള്ളത്, ലോകത്ത് ശത്രുവായിട്ടുള്ളത് ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ബലൂചിസ്ഥാനിൽ ഇന്ത്യ അനുദിനം മുന്നോട്ട് കുതിക്കുന്നു. അതെ, ഇവർ ഓരോ ദിവസവും കുഴിയിലേക്ക് പോകുന്നു. അതെ. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യനെ നശിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ടെററിസ്റ്റുകളെ മുഴുവൻ ഇന്ത്യയിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. കാരണം ഈ ടെററിസ്റ്റുകൾ ഇന്ത്യക്കകത്ത് തന്നെ വന്ന് ഇന്ത്യയെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമി ദേ വിൽ കീപ്പ് ഓൺ ബ്ലീഡിങ് ദ ഇന്ത്യൻ ആർമി, ദേ വിൽ കീപ്പ് ഓൺ ബ്ലീഡിങ് ദി ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ എന്ത് പറ്റും? പാകിസ്ഥാനുള്ള ഇത് വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. കാരണം നമ്മുടെ സൈന്യം എപ്പോഴും ടെററിസ്റ്റുകളുടെ പിന്നാലെ ആയിരിക്കും, ടെററിസ്റ്റുകൾക്ക് മറ്റേ ഗാർഡ് ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ബി രാമൻ എന്ന് പറഞ്ഞ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ബി വി രാമൻ, IPS ഉദ്യോഗസ്ഥനാണ്, റോയലായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ലിവിങ് വിത്ത് എ ടെററിസ്റ്റ് സ്റ്റേറ്റ് ആസ് എ ഫ്രണ്ട് ലൈൻ അലൈ എന്ന് പറഞ്ഞ പുസ്തകം. അതിനകത്ത് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് തീവ്രവാദ ആയതും അതുപോലെ തന്നെ അവരുടെ ഇത്രയും തീവ്രവാദികൾ അവിടെ വന്നതും അത് എന്തുകൊണ്ടാണെന്നറിയാമോ? 1978 സുനിൽ ഓർക്കണില്ലേ, അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് യൂണിയൻ പട്ടാളം കയ്യേറി. അന്ന് അവിടെ ഉണ്ടായിരുന്ന രാജാവിനെ ഓടിച്ചു. അത് കഴിഞ്ഞൊരു ബബർ കർമാലിനെ അപ്പോയിന്റ് ചെയ്തു. ബബർ കർമാലിന് ശേഷം വേറെ ആരുണ്ട്, എല്ലാത്തിനെയും കൊന്നുവരും. അവസാനം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അപ്പോയിന്റ് ചെയ്തു, നജിബുള്ള എന്ന് പറഞ്ഞു. നജിബുള്ളനെ പിന്നീട് തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടി തൂക്കിയിട്ടു. അപ്പോൾ അന്ന് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഈ നജിബുള്ളനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടുന്ന് ഒരു വലിയ സിനിമ നടി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക്. അപ്പോൾ അവരേക്ക് പോയി ഷബാന ആസ്മി അവരല്ലേ പോവുള്ളൂ. അവർ വലിയ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണല്ലോ. ഈ ഇയാളെ തൂക്കി തലകീഴായിട്ട് കെട്ടിത്തൂക്കി കഴിഞ്ഞപ്പോൾ ഒന്നും ഇവരൊന്നും ഒരു അക്ഷരം പോലും ഇല്ല. ഈ ലോകത്തെമ്പാടും ഇതാണ് ഹിസ്റ്ററി. ഇറാനിൽ ഈ ഖമൈനിയുടെ വിപ്ലവത്തെ സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയി. ആദ്യം അധികാരം കിട്ടിയപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇത് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ കൂടെയായിരുന്നു. ഇസ്ലാമിസ്റ്റുകൾക്ക് താലിബാൻ അധികാരം കിട്ടിയപ്പോൾ അവർ ആദ്യം കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രധാനമന്ത്രിയെ കെട്ടിത്തൂക്കി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയൻ ഇത് മനസ്സിലാക്കുന്നില്ല. അല്ല, ഇവരിപ്പോൾ നേരെ മതം മാറിയിച്ചാൽ മതിയല്ലോ. പിണറായി വിജയൻ കുറച്ച് വേദന എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ എന്താ പറയണ, ഇപ്പോൾ ഇതൊക്കെയാണെങ്കിലും വിജയൻ ഒരു ഹിന്ദു ആണല്ലേ. വിജയനോട് പറഞ്ഞ അർജുനൻ എന്നുള്ള പേരിൻ്റെ പര്യായമാണ് വിജയൻ. പിന്നെ വിജയന്റെ ഭാര്യ കമല, BJP കമലം. അതുപോലെ വീണ പുസ്തകധാരിണി എന്നല്ലേ നമ്മൾ ചിഹ്നമാണ്. അതെ. പിന്നെ അയാളുടെ മകൻ വിവേകാനന്ദന്റെ ഓർമ്മയ്ക്കാണ് അയാളുടെ ആ പേരിട്ടിരിക്കുന്നത്. വിവേക്. ആലോചിക്കാത്ത കാര്യങ്ങളുള്ളത്. വിജയൻ നല്ലൊരു കടുത്ത ഹിന്ദു എന്താ പറയണ ഇതായിരിക്കണം. അദ്ദേഹത്തിന് ഹിന്ദുക്കളോട് നല്ല സ്നേഹം ഉണ്ടാവണം. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടുകാരെയൊക്കെ കാണിക്കണ്ടേ ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ശബരിമലയും ഗുരുവായൂരും അതും ഇതൊക്കെ പോയി വേണ്ടാത്തതൊക്കെ പറയണം. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഐഡിയോളജി മാത്രമേ അറിയുള്ളൂല്ലോ. ഈ രാമായണവും ഭാരതവും ഒക്കെ ചോദിച്ച വിജയൻ ബബ്ബ അടിക്കും. അതൊന്നും വേണ്ട. മകൾക്കും അറിയാം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി അതിപ്പോൾ അവരിപ്പോൾ അവിടെ പോയി തൊഴുത് വിജയൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അസുഖമല്ലേ, എപ്പോൾ വേണമെങ്കിലും അമേരിക്കയിലേക്ക് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് പാകിസ്ഥാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇസ്ലാമിക്കുകൾക്കായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ? 5 നേരം നിസ്കരിക്കുമോ കമ്മ്യൂണിസ്റ്റുകാർ? അവർക്ക് പറ്റുമോ? എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഇളമരം കരിമന് പറ്റും, മറ്റുള്ളവർക്കൊക്കെ പോകാൻ പറ്റുമോ? പറ്റില്ല. സോ പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ പറഞ്ഞു വന്ന അഫ്ഗാനിസ്ഥാനിലെ കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയനെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി അമേരിക്കയും പാകിസ്ഥാനും കൂടി ചേർന്ന് കുറേ തീവ്രവാദികളെ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഈ താലിബാനും പിന്നെ അതേപോലെ തന്നെ എന്താ പറയണേ കുറേ ഗുൽബുദ്ദീൻ ഹക്മത്യാർ എന്നൊക്കെ പറഞ്ഞ കുറേ വാർ ലോർഡ്സ് ഒക്കെ രംഗത്ത് വരുന്നു, യുദ്ധപ്രഭുക്കന്മാർ. ഈ അഫ്ഗാനിസ്ഥാനിലൊരു സോവിയറ്റ് യൂണിയൻ പഠിച്ചൊരു ഏറ്റവും വലിയ മണ്ടത്തരാണ് നെവർ ട്രസ്റ്റ് ദ അഫ്ഗാൻ വിൻ്റർ.
അഫ്ഗാൻ വിൻ്ററിൽ സോവിയറ്റ് യൂണിയൻ പോയി അവിടെ പോയി എന്താ പറയണ ഇടപെടാൻ പോയി അവരുടെ പട്ടാളക്കാർ വെടികൊണ്ടും ചത്തും മഞ്ഞുമലയിലും പെട്ട് ചത്തു. അതെ അതെ. അങ്ങനെ അവരോട് പരിചയമില്ലാത്ത ടെറൈനും ആയിപ്പോയി. അതെ, അങ്ങനെ അവർ തിരിച്ച് അമേരിക്കയ്ക്കും പറ്റിയതാണ്. അമേരിക്കയ്ക്കും പറ്റിയത് അത് തന്നെയാണ്. പണ്ട് ഹിറ്റ്ലർക്ക് പറ്റിയതും ഇത് തന്നെയാണ്. മറ്റേ സോവിയറ്റ് യൂണിയനിലോ പോളണ്ടിലോ ഒക്കെ ഹിറ്റ്ലർ ഇടപെട്ടില്ലേ, അവിടുത്തെ വിൻ്ററിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കംപ്ലീറ്റ് പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കാനായിട്ട് കൊണ്ടുവന്ന കുറേ തീവ്രവാദികളുണ്ട്. അവർക്ക് ഒന്നും പണിയില്ലാതായപ്പോൾ ഈ പറയുന്ന അമേരിക്കൻ പാകിസ്ഥാൻ ഒരു അമ്മാരുടെ LMGയും AK-47 കലാഷ്നിക്കോ റൈഫിളും റോക്കറ്റ് ലോഞ്ചേഴ്സും കൊടുത്തപ്പോൾ കാശ്മീരിലേക്ക് വിട്ടു. അവിടെ പോയി യുദ്ധം ചെയ്തു, ഇവിടെ നിൽക്കണ്ട, അവിടെ പോയാൽ നിങ്ങളുടെ രാജ്യം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നാണ് ഇവിടുത്തെ തീവ്രവാദി പ്രവർത്തനം. ഇപ്പം കാശ്മീരിൽ കള്ളില്ലാണ്ട് അപ്പോൾ അവരെവിടെ പോകും? അവർക്ക് എവിടെയെങ്കിലും പോണ്ടേ? പിന്നെ പാകിസ്ഥാൻ സ്വന്തം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ. അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ. അതാണ് ഇപ്പം. ഇനിയും കൂടുതൽ പേര് മരിക്കാനാണ് സാധ്യത. ഏതായാലും 3141 പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഖവാജ ആസിഫ് പറഞ്ഞ കണക്കാണ്. അതെ, അത് ഔദ്യോഗിക കണക്കായിരിക്കും. അനൗദ്യോഗികം ഇതിൻ്റെ എത്ര മടങ്ങായിരിക്കും? തീർച്ചയായിട്ടും കുറേ പേര് മരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സന്തോഷമുള്ളൊരു വാർത്ത, ഇതിൽ നല്ല ശതമാനത്തിൻ്റെ മരണത്തിന് മുന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല ഇതിൻ്റെയാണ്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ വിൽ ബിക്കം പാകിസ്ഥാൻസ് ഗ്രേവ് യാർഡ്. അതെ, ബലൂചിസ്ഥാൻകാർ പാകിസ്ഥാൻകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പഞ്ചാബ് ആണോന്ന് ചോദിച്ചിട്ട് വെടി അതെ അതെ അതെ. പഞ്ചാബ് ആണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അപ്പം വെടിയാ. വൻ ചതിയല്ലേ നമ്മൾ നെഹ്റു ബലൂചിസ്ഥാനോട് ചെയ്തത്. ഖാൻ ഖലാട്ട് ഇന്ത്യയിൽ ചേരാൻ വന്നതല്ലേ, എന്താ പറയുക, ഞങ്ങൾ ഇന്ത്യയിൽ ചേരണുള്ളൂ, ഞങ്ങളുടെ രാജ്യം ഇന്ത്യ ആണെന്ന് പറഞ്ഞ് വന്നതല്ലേ. അയാൾ ഇവിടെ ഒന്നും ചേരണം, നിങ്ങൾ പോക്കോ, അവിടെ പോയി നിന്നോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തവർക്ക്. എന്നിട്ട് അയാൾ പോയി പാകിസ്ഥാനിൽ മറ്റേ ഇയാൾ പേടിപ്പിച്ചിട്ട് ആ രാജ്യത്ത് ചേർത്ത്. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി മൊത്തം ഖാൻ കുടുംബത്തിനെ മൊത്തം വെടിവെച്ചു വന്നു. വെറുതെ അല്ല, ജിന്ന ക്ഷയം പിടിച്ചും ക്യാൻസർ പിടിച്ചൊക്കെ ജിന്നയ്ക്ക് ക്ഷയമല്ലായിരുന്നു. അതെ അതെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.